നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ഇന്ന് എത്തിയിരിക്കുന്നത് നമസ്കാരം. മിനി സ്ക്രീനിൽ എല്ലാവർക്കും സുപരിചിതയായ ലക്ഷ്മി അനന്തനാണ്. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് നാടൻ പായസം, ഏത്തപ്പഴ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏത്തപ്പഴ പായസം കഴിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ കഴിച്ചിട്ടില്ല. ചെറിയൊരു പുളി ഉണ്ടാവും അതിന്. ഞാൻ മുമ്പ് പരീക്ഷിച്ചിട്ടുണ്ട്. ചെറിയൊരു പുളി ഉണ്ടാവും. പായസത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ കുറെ ട്രൈ ചെയ്തു. കുറച്ച് വെറൈറ്റി ആയിട്ട് ക്യാരറ്റ് വേണോ, എന്താ മറ്റേ ഡേറ്റ്സ് വേണോ എന്നൊക്കെ ട്രൈ ചെയ്തു. നമുക്ക് നാടനായിട്ട് കിട്ടുന്ന സാധനം ഒരു ഹോംലി ആയിട്ടുള്ള ടൈപ്പ് എല്ലാ വീട്ടിലെടുക്കാം. അപ്പൊ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എന്തൊക്കെയാണ് അതിന്റെ ബാക്കി ഇൻഗ്രീഡിയൻസ്? ഏത്തപ്പഴം, ഓഫ് കോഴ്സ് ഏത്തപ്പഴം ഗ്രേറ്റ് ചെയ്ത് അതിങ്ങനെ അരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ചൊവ്വരി വേവിച്ചത്, ഏലക്ക, ഇത് ശർക്കരപ്പാനി. തേങ്ങാപ്പാലാണല്ലേ? തേങ്ങാപ്പാലാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങ് തുടങ്ങിയാൽ തേങ്ങാപ്പാലാകുമ്പോൾ കുറച്ച് ടേസ്റ്റ് വരും. പാലിനെക്കാളും ടേസ്റ്റ് കൂടുതലായിരിക്കും. പഴത്തിന് ചേരും. ആദ്യം എന്ത് ചെയ്യാൻ പോവാണ്? ആദ്യം നമുക്ക് ഈ ഏത്തപ്പഴത്തിന്റെ ഇതുണ്ടല്ലോ, പൾപ്പ്, ഏത്തപ്പഴത്തിന്റെ ഈ അരച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിന് നെയ്യിലിട്ട് വരട്ടണം. ഓക്കെ, അപ്പൊ നെയ്യ് ഒഴിക്കണം. നമുക്ക് തുടങ്ങാം. ഐശ്വര്യമായിട്ട് തുടങ്ങാം. അപ്പൊ നമുക്ക് ആദ്യം ഐശ്വര്യമായിട്ട് നെയ്യ് ഒഴിക്കാം. ഇതെല്ലാം ഒഴിക്കണം. കുറച്ച് ഒഴിക്കാം, നമുക്ക് നോക്കാം ഇതിന്റെ അളവ് എങ്ങനെയാണെന്നുള്ളത്. ചൂടായി നമ്മുടെ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പഴം നെയ്യിലോട്ട് ഒന്ന് മാറുന്നോ? ചിലപ്പോൾ തെറിക്കോ? ചിലപ്പോൾ പഴം ആയതുകൊണ്ട് പെട്ടെന്ന് അടി കരിയാൻ ചാൻസ് ഉണ്ട്. ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിൽ ഇളക്കാണ് പ്രധാനം. ഇതിന് കുറച്ച് വെള്ളം ഇങ്ങനെ ഊറി വരും പഴത്തിന്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് കുറച്ച് സമയം എടുക്കും ഇതൊന്ന് വരട്ടി വരാം. പെട്ടെന്നായല്ലേ? ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കര പാനി ഒഴിക്കണം. ഓക്കെ, ഇത് എല്ലാം ഒഴിക്കണം. കുറച്ച് നമുക്ക് നോക്കാം, അളവ് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ അളവ് ഞാൻ കറുത്ത ശർക്കരയാണല്ലേ? ഇത് കറുത്ത ശർക്കര. അപ്പം നമ്മുടെ പായസം നല്ല ഒരു ചോക്ലേറ്റ് കളറില്. ഇപ്പൊ ശർക്കരപ്പാനിയില് ഈ പഴം വേവണം. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം, വലിയ സംഭവമൊന്നുമല്ല. പിന്നെ നമ്മളൊക്കെ ചെയ്യുമ്പോൾ വലിയ സംഭവമായിട്ടൊക്കെ തോന്നും. ഇതൊക്കെ കട്ടി പിടിച്ചിരിക്കുക ഈ പഴവേ. മിക്സ് ആയി വരണം. ഞാൻ ഈ ചൊവ്വരി ഉണ്ടല്ലോ വേവിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പോഴേ നമ്മൾ ഇട്ടാല് കുറച്ചുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിരിക്കും. കണ്ണളവുണ്ടല്ലോ, കണ്ണളവിലാണ് എല്ലാം ചെയ്യുന്നത്. അല്ലാതെ ഈ അളന്ന് കുറിച്ച് ചെയ്യാനൊന്നും അറിയത്തില്ല. നമ്മളെ വീട്ടിൽ ഈ സാധാരണ നമ്മൾ അടുക്കളയിൽ വെക്കുന്ന പോലെ തന്നെ സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നും പഠിച്ചിട്ടൊന്നുമല്ല. പക്ഷെ കണ്ടാൽ ഭയങ്കര പ്രൊഫഷണലിസം കാണാറുണ്ട്. അയ്യോ, അത് ഡെയിലി ഇങ്ങനെ ചീനിച്ചട്ടിലിട്ട് ഇങ്ങനെ വർക്കുന്നല്ലേ. അപ്പൊ ഈ ഫീൽഡിൽ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഫീൽഡിൽ വന്നിട്ട് 4 വർഷമായിട്ടുള്ളൂ. ഫസ്റ്റ് ബാലാമണി എന്ന് പറഞ്ഞൊരു സീരിയല് ചെറിയൊരു ക്യാരക്ടർ ചെയ്തു, അങ്ങനെ തുടങ്ങി. പിന്നെ ആഡ് ഫിലിം ആയിരുന്നു, ഇന്ദുലേഖയുടെ ആഡായിരുന്നു ഫസ്റ്റ് ചെയ്തത്. ഇനി ഏകദേശമൊക്കെ ആയി, തിളച്ച് വന്നു. ഞാൻ നല്ല രസമുണ്ട് കേട്ടോ. വേറെ എന്തൊക്കെയോ ഷേപ്പിൽ കിടക്കണു. ഈ പഴം ഉണ്ടല്ലോ അതിങ്ങനെ ഇങ്ങനെ ജ്യൂസി പോലെ ഇതിന്റെ മധുരം നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇഷ്ടമാണെങ്കിൽ കുറച്ച് മധുരം മതിയോ? നമുക്ക് ഈ തേങ്ങാപ്പാലൂടെ ആഡ് ചെയ്യുമ്പോൾ ഫാമിലി സപ്പോർട്ട് എങ്ങനെയുണ്ട്? ഫാമിലി സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളിപ്പോഴുള്ള ആർട്ടിസ്റ്റിനെ ലൈഫ് നമുക്കായാലും ഒരു മനസ്സിന് എന്താ സമാധാനത്തോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എനിക്ക് ഷൂട്ട് ലൊക്കേഷനൊക്കെ വരാൻ അച്ഛനുണ്ട്. പിന്നെ ഹസ്ബൻഡ് സപ്പോർട്ടീവ് ആണ്. ഈ പഴം ഉണ്ടല്ലോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ നല്ല രസമാണ്. അപ്പൊ അതാണ് ഞാൻ ഇങ്ങനെ അത്രയും പേസ്റ്റ് ആയിട്ട് എടുക്കരുത്. അല്ല, പേസ്റ്റ് ആയിട്ട് എടുത്താലും നെയ്യിലിട്ട് വരട്ടുമ്പോ അങ്ങനെ വരുന്ന പീസാണ്. അപ്പൊ ഇനി നമുക്ക് തേങ്ങാപ്പാൽ വയ്ക്കും. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. കട്ടിയായിട്ട് തന്നെ ഇരിക്കണം. പായസം വെള്ളമായി പോയാലേ, ഞാൻ ഈ പായസം വെക്കുമ്പോഴേ ചിലപ്പോൾ വെള്ളമായി പോകും. അപ്പൊ അച്ഛൻ ഇന്ന് എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു വിട്ടതാ, പായസം നീ വെള്ളം ആക്കരുത്, വെള്ളം കലക്കി വെക്കരുത്, അതെ ശ്രദ്ധിക്കണം. മറ്റേ പാലിനേക്കാൾ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. തേങ്ങയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പം അധികം തിളപ്പിക്കരുതെന്നൊക്കെ പറയും, പക്ഷെ തിളച്ചു പോകും. ഓൾമോസ്റ്റ് റെഡി ആയി. ഓൾമോസ്റ്റ് ആയി. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യണം. കുറച്ച് 1-2 ഏലക്ക ഇതും കൂടി ഇടണം. ഏലക്ക ഇപ്പൊ തന്നെ ഇടും? ഏലക്ക അങ്ങ് ഇട്ടേക്കാം. സാധാരണ ലാസ്റ്റ്
ഞാനെല്ലാം തലതിരിച്ച് ചെയ്യത്തുള്ളൂ. ഇതിൽ പിന്നെ മെയിൻ ആയിട്ടൊരു സാധനം ഇടാം നമുക്ക്, നല്ല രസമായിരിക്കും. തേങ്ങ കൊത്തുണ്ടല്ലോ, പൊരിച്ചിട്ട് ഇടാം. അപ്പൊ അതിപ്പം നേരിട്ട് ഇടാം. വേണമെങ്കിൽ ആവശ്യമില്ല സത്യം. ഇപ്പൊ ഈ പഴത്തിന്റെ അതന്നെ ഉണ്ട്, ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പൊ ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഇതിപ്പോ സിമ്പിളാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ കൂടുതൽ ഇടുന്ന ആളാണേ. പായസത്തിൽ അതൊക്കെ തന്നെയാണ്. മുന്തിരി എനിക്ക് അത്ര ഒരു പുളി ഉണ്ടാവും. മുന്തിരി എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ പച്ചയ്ക്ക് വെറുതെ കഴിക്കാം. ഇതുണ്ടല്ലോ, അണ്ടിപ്പരിപ്പ് അധികം നേരം ഇടണ്ട. പെട്ടെന്ന് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് പിന്നെ കുറച്ച് കിസ്മിസ്. ഞാൻ ഇത് കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ, ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം. സത്യം പറഞ്ഞാൽ നെയ്യ് ചൂടായിട്ട് ഇതിട്ടിട്ട് ജസ്റ്റ് അങ്ങ് ഓഫ് ചെയ്താൽ മതി. അതിലിരുന്നിട്ട് തന്നെ അങ്ങ് ഇല്ലെങ്കിൽ അങ്ങ് കരിഞ്ഞു പോകും പെട്ടെന്ന്. ഈ മുന്തിരി അങ്ങ് വീർക്കും. വീർക്കുമ്പോൾ അങ്ങ് ഓഫ് ചെയ്താൽ അതാണ് പാകം. ഇത് പാത്രം ചൂടായിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കണ്ടോ മുന്തിരി ഇങ്ങനെ മുകളായിട്ട് അപ്പം അങ്ങ് ഓഫ് ചെയ്തേക്കണം. ഓക്കെ, അപ്പം ഇതായിട്ടുണ്ട്. നമുക്കിത് അങ്ങോട്ട് ആ നെയ്യോട് കൂടി തന്നെ നമുക്കിതിൽ ഇടണം. ഓക്കെ, അപ്പം നമ്മുടെ പഴം പായസം. അതെ, പഴം പായസത്തിന്റെ ലാസ്റ്റ് ഗാർണിഷിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മധുരത്തിന്റെ ലെവൽ എങ്ങനെയാണെന്നൊന്നും എനിക്കൊരു പിടിയില്ല. പായസമല്ലേ, ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം കറക്റ്റ് പാകമായി, നല്ല കളർ വന്നു കേട്ടോ. കറക്റ്റ് ആയിട്ട് ഇപ്രാവശ്യം അച്ഛൻ പറഞ്ഞ പോലെ വെള്ളമൊന്നും കൂടിയില്ല. കറക്റ്റ് ആയിട്ടാ കിടക്കുന്നത്. അച്ഛൻ കണ്ടല്ലോ അല്ലേ. കഴിക്കാൻ പാകത്തിന് തണുക്കറ നല്ല കുറുകി വന്നിട്ടുണ്ട്. നല്ലൊരു പരുവായി കേട്ടോ, നല്ലൊരു സ്മൂത്ത് ആയിട്ടിരിക്കുന്നു. അത് ഒത്തിരി വെള്ളമായിട്ടില്ല, നല്ല രീതിയിൽ കുറുകിയിരിക്കും. കാണുമ്പോ തന്നെ കൊള്ളാം. അപ്പൊ നമുക്ക് സെർവ് ചെയ്താലോ. പാത്രം ഞാൻ റെഡിയാക്കി വച്ചേക്കുവാണ് ഓൾറെഡി. കഴിക്കാൻ കൊതിയായോ? പിന്നെ സത്ത് കണ്ടു നോക്കും. എനിക്കും അല്ലേ, നല്ല രസമുണ്ട് കാണാൻ. ആ മറ്റേ ചൊവ്വരിയുടെ ആ ഷേപ്പിലുള്ള സംഭവം, അതിന്റെ കൂടെ ആ മറ്റേ പഴത്തിന്റെ വേറെ കുറെ ഷേപ്പ് ഒന്നിച്ച് വന്നു, ഗോൾഡൻ കളറും കൂടി വന്നപ്പോ ഇങ്ങനെ കടിച്ചു തിന്നാൻ തോന്നുന്നു. അതെ, നുറുങ്ങുകള്, പിന്നെ ഏലക്കയുടെ പച്ച. എനിക്ക് ഏലക്ക ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല, അതിന്റെ ഫ്ലേവർ ഇഷ്ടമാണ്. പിന്നെ വായിൽ കിട്ടി അത് ഉപ്പിക്കളയും. അപ്പൊ നമുക്ക് ലക്ഷ്മി ഉണ്ടാക്കി തന്ന പഴം പായസം, നേന്ത്രപ്പഴം പായസം റെഡിയായി. ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കഴിക്കട്ടെ? പിന്നെ തീർച്ചയായിട്ടും. നല്ല ചൂടുണ്ടേ, വാ പൊള്ളരുത്. അത് നല്ല ഗോൾഡൻ ഷെയ്ഡിലാണ് കിടക്കുന്നത്. ആദ്യം അണ്ടിപ്പരിപ്പ് നോക്കി എന്നെ സെലക്ട് ചെയ്യും. സ്ഥിരം അതാ, എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. അയ്യോ എന്നോ ടേസ്റ്റാ. സ്ഥിരം കുക്കറി ഷോസിലൊക്കെ കാണുന്ന എക്സ്പ്രഷൻ തന്നെ. അയ്യോ സത്യമായിട്ട് കേട്ടോ, കൊള്ളാവോ? ശരിക്കും കൊള്ളാം. ആണോ? ശരിക്കും കൊള്ളാം, നല്ല രസമുണ്ട്. ഒന്നും പറയാനില്ല, കറക്റ്റ്. അച്ഛൻ പറഞ്ഞ പോലെ വെള്ളം കൂടിയിട്ടില്ല. പിന്നെ ഇത് ഇച്ചിരി കുറുകിയും തോന്നുവാണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലൂടെ ഒഴിച്ച് ഒന്ന് അത് ഓരോരുത്തരും ചെയ്യാം. കുറച്ച് മധുരോ കുറച്ചോ കൂട്ടിയോ എങ്ങനെ വേണം. അപ്പോൾ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കി, നല്ല പായസമായിരുന്നു. ഇങ്ങനെ ഒരു പായസം ഉണ്ടാക്കി നിങ്ങളുടെ മുന്നിൽ കാണിക്കുക, അല്ലെങ്കിൽ ഒരു വിളമ്പിയ പോലെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു മധുരം വിളമ്പിയ പോലെ തന്നെയാണ്. തൻവിക്കും കൊടുത്തു, തൻവിക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. താങ്ക് യു സോ മച്ച്.